മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഡാമുകൾക്ക് മുകളിലൂടെ ഗവിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. കക്കി ഡാമിന് മുകളിലൂടെയാണ് യാത്ര. ഡാമിലെ മഴ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. വല്ലാത്തൊരു ചന്തമാണ് മഴയത്ത് ഡാമുകൾ കാണാൻ. ഡാം കഴിഞ്ഞ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഗവിയിലേക്കുള്ള യാത്ര, ഇടതൂർന്ന കാടുകൾ നിറഞ്ഞ വനപാതയിലൂടെയുള്ള യാത്ര ആരെയും ആകർഷിക്കുന്നതാണ്. ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ഒരു മൊട്ടക്കുന്നിന് സമീപം എത്തിയപ്പോൾ 100 കണക്കിന് മ്ലാവുകൾ, ഒന്നും രണ്ടുമല്ല, ചെറുതും വലുതുമായി ഒരു മുട്ടക്കുന്നിൽ മുഴുവൻ മ്ലാവുകൾ അങ്ങനെ മേഞ്ഞു നടക്കുകയാണ്. ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ഇത് കണ്ടുകൊണ്ട് അതിന് സമീപം നിൽക്കുന്നുമുണ്ടായിരുന്നു. വാഹനങ്ങളോ ആളുകളോ ഒന്നും അവരെ ശല്യപ്പെടുത്തിയതേയില്ല. അവർക്കും അതൊരു പുതിയ കാഴ്ചയായിരുന്നില്ല. പമ്പ പിന്നിട്ട് ഗവിയിലേക്ക് എത്തുകയാണ്. ഗവി വളരെ സുന്ദരിയാണ്. സുന്ദരമായ നാട്ടുകാഴ്ചയുടെ ഒരുപാട് ദൃശ്യങ്ങൾ ഗവിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഗവിയിലെ കുട്ടികളുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ്. സായാഹ്നങ്ങൾ സന്തോഷകരമാക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ഇടം. ഗവിയിൽ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്. ഈ കാണുന്നതാണ് ഗവിയിലെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസും ഫിൽറ്ററും. ഈ തടാകത്തിൽ നിന്നാണ് കുടിവെള്ളത്തിനാവശ്യമായ ജലമെടുക്കുന്നത്. അത് ഫിൽറ്റർ ചെയ്ത് ശുദ്ധജലമാക്കി വീടുകളിലേക്ക് പൈപ്പ് വഴി എത്തുന്നു. വളരെ മനോഹരമായ കാഴ്ചകൾ ഗവിയിലെമ്പാടും കാണാൻ സാധിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച ഈ കാണുന്നതാണ്. ഗവിയിലെ മനോഹരമായ അംഗൻവാടി കെട്ടിടം. ഈ അംഗൻവാടി കെട്ടിടം സീതത്തോട് ഗ്രാമപഞ്ചായത്ത് അടുത്തിടെ നിർമ്മിച്ചതാണ്. ഇതിനുള്ളിലെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇത്രയും സൗകര്യത്തോടു കൂടി വളരെ ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു അംഗൻവാടി കെട്ടിടം. പക്ഷേ ജീവിത നിലവാരത്തിൽ ഗവി നിവാസികൾ ഇന്നും വളരെ പിന്നിലാണ്. ഗവിയിലെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. വീണ്ടും ഡാമുകളുടെ മുകളിലൂടെ മടക്കയാത്ര. മറ്റൊരു ദിവസം കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ നല്ല കാഴ്ചകളുമായി ഗവിയിലേക്ക് വീണ്ടും മടങ്ങി വരാം എന്ന പ്രതീക്ഷയോടെ